ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്രിസ്ത്യനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദിസ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി ആണ്. സോ മോഡേൺ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി വെക്കേണ്ടത് ദർ ഹാപ്പനിങ് സം കൈൻഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ദിസ് മിഡീവൽ ടു മോഡേൺ. അതായത് മിഡിൽ വേൾഡിൽ നിന്നും മോഡേൺ വേൾഡിലോട്ട് വരുന്ന സമയത്ത് ദർ ഈസ് ഹാപ്പനിങ് സം കൈൻഡ് ഓഫ് ട്രാൻസിഷൻ. ആ ട്രാൻസിഷൻ നമ്മൾ അർത്ഥമാക്കുന്നത് മെയിൻലി ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് കോൾഡ് ആസ് റെനേസ, റിഫോർമേഷൻ, കൗണ്ടർ റിഫോർമേഷൻ, എൻലൈറ്റൻമെന്റ്, ഇങ്ങനത്തെ ചില കോൺസെപ്റ്റൽ ആയിട്ടുള്ള ടോപ്പിക്കുകളിലൂടെയാണ്. ആസ് വെൽ ആസ് ദ ഏജ് ഓഫ് ഡിസ്കവറീസ്. ആൻഡ് ബേസ്ഡ് ഓൺ ദീസ് തിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുക എന്നുള്ളതാണ്. സോ വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഡിസ്കഷനിൽ നടത്തുന്നത്. ഓൾറെഡി നമ്മൾ ഇതിന്റെ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ട്. എക്സാമിന് ശേഷമുള്ള ഡിസ്കഷൻ യൂസ്ഫുൾ ആയിട്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. So the first question is that which Italian city is considered as the birth of Renaissance എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫ്ലോറൻസ്, റോം, വെനീസ്, മിലാൻ, നാലും ഇറ്റാലിയൻ സിറ്റീസ് ആണ്. ആൻസർ ഫ്ലോറൻസ് ആണ് വരുന്നത്. ഓക്കെ, ഫ്ലോറൻസിലാണ് നമ്മൾ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റിക് കോൺട്രിബ്യൂഷൻസ് എല്ലാം വരുന്നതെന്ന് കാണാൻ പറ്റും. അതുപോലെ ഇന്റലക്ച്വൽസിന്റെ പ്രസൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന എവിടെയാണ്? ഈ ഫ്ലോറൻസ് കേന്ദ്രീകരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ആൻഡ് വി ഹാവ് വൺ പെർട്ടിക്കുലർ ഫാമിലി ഈസ് ആക്ച്വലി ഗോയിങ് ടു സപ്പോർട്ട് ഓൾ ദീസ് തിങ്സ്. ദേ ആർ കോൾഡ് ആസ് മെഡിസി ഫാമിലി. മെഡിസി ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ രീതിയിൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈക്കൽ ആഞ്ചലോ. നമ്മൾ റെനേസസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ് കോൺട്രിബ്യൂഷൻ പറയാറുണ്ട്. ഐക്കോണിക് പെയിന്റിംഗ് ദ ക്രിയേഷൻ ഓഫ് ആദം ഈസ് ഫൗണ്ട് ഇൻ വിച്ച് ആർട്ടിസ്റ്റിക് മാസ്റ്റർ പീസ്. ഏതിലാണ് നമുക്ക് ദ ക്രിയേഷൻ ഓഫ് ആദവുമായി ബന്ധപ്പെട്ടുള്ള പെയിന്റിംഗ് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ദിസ് മൊണാലിസ, ദ സിസ്റ്റൈൻ ചാപ്പൽ സീലിംഗ് ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ആൻഡ് സെന്റ് പീറ്റേഴ്സ് ബസീലിക്ക. ആൻഡ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ ബി. ബി ആണ് വരുന്നത്, മനസ്സിലാക്കി വെക്കുക. ദ സിസ്റ്റൈൻ ചാപ്പൽ സീലിംഗിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഈ ഒരു പെയിന്റിംഗ് കാണാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് ബേസിക്കലി അറിഞ്ഞിരിക്കുക കേട്ടോ. സോ ഇത് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോയിന്റ് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി എൻഷുർ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, ദ റീഡിസ്കവറി ഓഫ് ക്ലാസിക്കൽ ടെക്സ്റ്റ് ഡ്യൂറിംഗ് ദ റെനേസ. ഇത് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. റെനേസ എന്നുള്ള വാക്കിനർത്ഥം വി നോ ദാറ്റ് സംതിങ് റിലേറ്റഡ് വിത്ത് റിവൈവലിസം ഓഫ് ദിസ് ആൻഷ്യന്റ് ഗ്രീക്കോ റോമൻ കൾച്ചർ. അതിൽ ക്ലാസിക്കൽ ടെക്സ്റ്റിന്റെ റീഡിസ്കവറി വരുന്നുണ്ട്. ഇത് എന്തിനായിരിക്കാം നയിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഒബ്വിയസ്ലി ഒരു പഴയ കാലഘട്ടത്തിലെ ടെസ്റ്റ് വരുമ്പോൾ സമയത്ത് അതെന്ത് സംഭവിക്കുന്നത്, റിലീജിയസ് ടീച്ചിങ്സിനെ റിലേ ചെയ്യാനാണോ സഹായിക്കുക, അതോ ഹ്യൂമനിസം ഇൻഡിവിജ്വൽ എക്സ്പ്ലോറേഷൻ റിന്യൂ ചെയ്യാനാണോ, സയന്റിഫിക് എക്സ്പ്ലോറേഷൻ റിജക്ട് ചെയ്യാനാണോ, ആൻഡ് ഡൈക്ലൈൻ ഇൻ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആണോ? ഇതിൽ ചിലത് നെഗറ്റീവ് ആണ്, ചിലത് പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിൽ പോസിറ്റീവ് ടെർമിനോളജി കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ വേണ്ടി പറ്റും. റിലീജിയസ് ടീച്ചിങ്സ് അവിടെ നിൽക്കട്ടെ. റിന്യൂഡ് ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമനിസം വൺ ഓഫ് ദി ഫീച്ചർ ഓഫ് റിനേസൻസ് ആണല്ലോ. ആൻഡ് ഇൻഡിവിജ്വലിസം റിനേസൻസിന്റെ ഫീച്ചർ ആണല്ലോ. ആൻസർ വരുന്നത് ബി മാത്രമാണ്. ഇതൊക്കെ റിജക്ഷൻ ഓഫ് സയന്റിഫിക് എക്സ്പ്ലോറേഷൻ പറയുന്നത് നെഗറ്റീവ് ടെർമിനോളജിയാ. ഡീക്ലൈൻ ഇൻ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ എന്ന നെഗറ്റീവ് ടെർമിനോളജിയാ. ഇവിടെ റിലീജിയസ് ടീച്ചിങ്സിന് എംഫസിസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജസിൽ ഓൾറെഡി പാപ്പൽ സ്റ്റേറ്റ് ഫുൾ അങ്ങനെ തന്നെയല്ല ഉണ്ടായിരുന്നത്, ദ പാപ്പസി. സോ അതും അല്ല എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ബൈ ദിസ് ആസ് വെൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. Going to the fourth question, which invention, when one of the very important topic. ഈ റെനേസൻസിന്റെ സമയത്ത് ഇത് പല കുട്ടികൾക്കും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വിച്ച് ഇൻവെൻഷൻ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ റെനേസ ഗ്രേറ്റ്ലി എയ്ഡഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് നാവിഗേഷൻ എന്നുള്ളതാണ്. പ്രിന്റിംഗ് പ്രസ് ആണോ, ടെലിസ്കോപ്പ് ആണോ, ആസ്ട്രോലോബ് ആണോ, സ്റ്റീം എഞ്ചിൻ ആണോ? സിമ്പിൾ ആണ്. പ്രിന്റിംഗ് പ്രസ് പറയുന്നത് എക്സ്പ്ലോറേഷൻ നാവിഗേഷന് വേണ്ടിയുള്ളതാണോ? അല്ല, ഇത് ഐഡിയ ഷെയറിങ്ങിന് വേണ്ടിയുള്ളതാണ്. സോ ഒബ്വിയസ്ലി ഇതല്ല. ടെലിസ്കോപ്പ് കൊണ്ടുവന്നത് എന്തിനായിരുന്നു? ഗലീലിയോ പോലുള്ള ആൾക്കാർ അതെല്ലാം സ്പേസ് ഒബ്സർവേഷന് വേണ്ടിയാണ്. അപ്പൊ ഇതാണോ? ഇതല്ല. സ്റ്റീം എഞ്ചിൻ വരുന്നത് റിനേസൻസിന്റെ സമയത്താണോ അതോ മറ്റൊരു സമയത്താണോ? എപ്പോഴാണ് സ്റ്റീം എഞ്ചിൻ വരുന്നത്? കമന്റ് ചെയ്യും. ഇത് നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സ്റ്റീം എഞ്ചിൻ ഏത് കാലഘട്ടത്തിന്റെ ഫീച്ചർ ആണെന്ന് പറയും. ആൻഡ് ആൻസർ ഇസ് ഒബ്വിയസ്ലി ആസ്ട്രോലോബ് മാത്രമാണ്. ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിനെങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ആസ്ട്രോലോബ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് us the most important tool for exploration and navigation എന്നുള്ള ആ രീതിയിൽ ബേസിക്കലി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ റിനേസൻസിന്റെ കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? റിഗാർഡിംഗ് ദ റിനേസ ആർക്കിടെക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്നുള്ളതാണ് അവര് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി അത് അറിഞ്ഞിരിക്കുക. എംഫസിസ് ഓൺ ഫംഗ്ഷനാലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. ആർക്കിടെക്ചറിന്റെ കാര്യത്തിൽ ഫംഗ്ഷനാലിറ്റി, സിംപ്ലിസിറ്റി ഒരു ഓപ്ഷൻ ഉണ്ട്. ഗോത്തിക് എലമെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. റിട്ടേൺ ടു ക്ലാസിക്കൽ പ്രൊപ്പോർഷൻസ് ആൻഡ് സിമെട്രി.
യൂസ് ഓഫ് മോഡേൺ മെറ്റീരിയൽസ് ലൈക്ക് സ്റ്റീൽ ആൻഡ് ഗ്ലാസ്. ഈ മോഡേൺ സ്റ്റീൽ ഒക്കെ പിന്നീടാണ് ആക്ച്വലി വരുന്നത് തന്നെ. എനി ഹൗ ദ ആൻസർ ഈസ് ഗോസ് ടു നമ്മൾ റിനസൻസ് എന്ന് പറയുന്നത് ആൻഷ്യന്റ് ഗ്രീക്കോ റോമൻ ഇൻഫ്ലുവൻസ് ചെയ്ത ഒന്നായത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ സംതിങ് റിട്ടേൺ ടു ക്ലാസിക്കൽ പ്രൊപ്പോർഷൻ ആൻഡ് സിമെട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ആൻസർ ഗോസ് ടു സി. അങ്ങനെ വേണം നിങ്ങൾ ലോജിക്കലി ആലോചിച്ചിട്ട് എഴുതാൻ വേണ്ടി കേട്ടോ. ഇനി ഹു സ്പാർക്ക് ദ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. നമ്മുടെ റിഫോർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ തുടങ്ങി വെച്ചത് ആരാണ്? ബൈ ക്രിറ്റിസൈസിങ് ദ സെയിൽ ഓഫ് ഇന്റലിജൻസ്. പാപമുത്രപാത്രം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഇത് സെയിൽ ചെയ്താൽ മതി എന്ന് പറയുന്ന സെയിൽ ഓഫ് ഇന്റലിജൻസിനെ ചലഞ്ച് ചെയ്ത പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ആരാണ് തുടങ്ങി വെച്ചത്? വളരെ സിമ്പിൾ ആൻസർ ആണ്. ജോൺ കാൽവിൻ ഉണ്ട്, കാൽവിനിസം. മാർട്ടിൻ ലൂതർ ഉണ്ട്, ഇഗ്നേഷ്യസ് ലോയോള ഉണ്ട്, ഹെൻറി എട്ടാമൻ ഉണ്ട്. ആൻസർ ക്വസ്റ്റ്യൻ നൺ അതർ ദാൻ മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിന്റെ 95 തീസസുകള് കാത്തലിക് ചർച്ചിന്റെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അവിടെ ഒട്ടിച്ചു വെക്കുന്നൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തത് മാർട്ടിൻ ലൂതർ ആണ് ആൻസർ വരുന്നത് അല്ലെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഡോക്ട്രിൻ എംഫസൈസ്ഡ് സാൽവേഷൻ ത്രൂ ഫെയ്ത്ത് അലോൺ നോട്ട് ഗുഡ് വർക്ക്സ് ആസ് എ കോർ ടെനന്റ് ഓഫ് പ്രൊട്ടസ്റ്റന്റിസം. പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ദേ ഫോക്കസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ഡോക്ട്രിൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് വിശ്വാസം മാത്രം മതി, അല്ലെങ്കിൽ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ചിലപ്പോൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതായത് ഞാനിപ്പോ ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്തു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നല്ല വിശ്വാസം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ നല്ല കാര്യങ്ങൾ ചെയ്തു കൊള്ളുന്നുണ്ട്, മനുഷ്യന്മാർക്ക് ഉപകാരം കിട്ടും എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് എനിക്ക് എന്റെ സാൽവേഷനോട്ട് അത് കാരണമാകില്ല എന്നുള്ളതാണ് എന്ത് പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറിൻ പറയുന്നത്. അത് ഇതിൽ ഏതാണ് പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത് പ്രഡസ്റ്റിനേഷൻ, ഇന്റലിജൻസസ്, പർഗ്രേറ്ററി. സോ ആൻസർ ഈസ് പ്രഡസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത് എന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. സംതിങ് തിയററ്റിക്കൽ ടോപ്പിക്, തിയററ്റിക്കൽ ആണ്. അപ്പൊ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ഐഡിയാസ് ഓഫ് പ്രൊട്ടസ്റ്റന്റിനിസം ആസ് വെൽ ആസ് ദിസ് കൗണ്ടർ റിഫോർമേഷൻ അല്ലെങ്കിൽ കാത്തലിസിസം എന്തായിരുന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ക്ലാസ് റൂമിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആൻസർ വരുന്നത് പ്രഡസ്റ്റിനേഷൻ ആണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തൊരു ടോപ്പിക് നമ്മൾ വളരെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൗൺസിൽ ഓഫ് ട്രെന്റ് എന്ന് പറയുന്നത് 1545 മുതൽ 563 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കാത്തോലിക് ചർച്ചിന്റെ റിഫോർമേഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് അവർ വന്നത്? ടു അബോളിഷ് പാപ്പസി ആണോ? പാപ്പസി അവർ അബോളിഷ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ടു കണ്ടം സയന്റിഫിക് അഡ്വാൻസ്മെന്റ്, സയന്റിഫിക് അഡ്വാൻസ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയാണോ? ടു റിഫോം ചർച്ച് പ്രാക്ടീസസ് ആൻഡ് റീ അഫോം കാത്തോലിക് ഡോക്ട്രിൻസ് ടു എസ്റ്റാബ്ലിഷ് അലയൻസ് പ്രൊട്ടസ്റ്റന്റ് കിങ്ഡംസ്. ആൻസർ എന്താ വരുന്നത്? ചർച്ച് പ്രാക്ടീസസിലും കാത്തോലിക് ഡോക്ട്രിൻസിലും റീ അഫേം ചെയ്ത് നിൽക്കാൻ വേണ്ടിയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ഇവരുടെ ചർച്ചിന്റെ വിശ്വാസത സ്വീകാര്യത ലഭിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ കൗൺസിൽ ഓഫ് ട്രെന്റിന്റെ ശേഷമാണ് ആക്ച്വലി ദർ ഹാപ്പൻസ് വാട്ട് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ആ രീതിയിൽ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രമിക്കാം. Going to the 9th question, the Index Librorum Prohibitorum issued by Catholic Church in 1559. നിങ്ങൾക്ക് ഈ ടോപ്പിക് അറിയില്ല എന്ന് വിചാരിക്കുക. എങ്ങനെ ആൻസർ ആണ്? കാത്തോലിക് ചർച്ച് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒന്നാകും. അത് 1559 ഇഷ്യൂ ചെയ്യുന്നത്. അതെന്താണ്? പാർട്ട് ഓഫ് കൗണ്ടർ റിഫോർമേഷനും കൂടിയാണ്. അപ്പൊ അതെന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്തിനെ കുറിച്ചാണ് ഈ ഇൻഡെക്സ് ഇറക്കിയിട്ടുള്ളത്? എൻകറേജ് തിയോളജിക്കൽ ഡിബേറ്റ് ആൻഡ് ഫ്രീഡം ഓഫ് തോട്ട്. നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ? അതായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രൊമോട്ട് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ, ക്രിയേറ്റിവിറ്റി. അതിനിങ്ങനെ ഇൻഡെക്സ് ഇറക്കേണ്ട ആവശ്യമുണ്ടോ? സെൻസർ ബുക്സ് ഡീംഡ് ഹെററ്റിക്കൽ ഹാർംഫുൾ ടു കാത്തോലിക് ഫെയ്ത്ത്, യൂണിഫൈ പ്രൊട്ടസ്റ്റന്റ് കാത്തോലിക് തിയോളജിയൻസ്. ഇതിൽ ഏത് ആകാൻ ചാൻസ്? ഒരു ഇൻഡെക്സാ. ഇൻഡെക്സ് നമ്മളുടെ കാണാം, ബുക്കിലെ കാണാം. സോ ആൻസർ ഇസ് സെൻസറിങ് ബുക്സ് ആണ്. അതായത് കാത്തോലിക് ഐഡിയോളജിക്ക് എതിരെ നിൽക്കുന്ന ബുക്കുകൾ ഉണ്ടോ അതിന്റെ ലിസ്റ്റുകൾ ഇതാരും വായിക്കരുത്, യൂസ് ചെയ്യരുത്, സ്പ്രെഡ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഇറക്കിയിരിക്കുകയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 10. The 30 Years War 1618 to 1648. 1618 പ്ലസ് 30, ദാറ്റ് ഈസ് 1648. ഈ ഒരു കാലം വരേക്കും യൂറോപ്പിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. വാട്ട് കോൺഫ്ലിക്റ്റ്? റിലീജിയസ് കോൺഫ്ലിക്റ്റ്. ക്രിസ്ത്യാനിറ്റിക്ക് അകത്തുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതിലോട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? എക്കണോമിക് ഡിപ്രഷൻ ആണോ?
റൈവൽറീസ് ബിറ്റ്വീൻ യൂറോപ്യൻ പവേഴ്സ് ആണോ? റിലീജിയസ് ടെൻഷൻ ബിറ്റ്വീൻ കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റൻസ് ആണോ? ഡിസ്പ്യൂട്ട് ഓവർ ഹോളി റോമൻ എംപറർ ആണോ? വാട്ട് ഇസ് ദാറ്റ്? ആക്ച്വലി കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്ത് ചെയ്തു? യൂറോപ്യൻ പവേഴ്സ് ഇടപെട്ടു എന്നുള്ളതാണ്. ഇത് ആൻസർ ആണ്, ബി ആൻസർ ആണ്. പക്ഷെ അതിനേക്കാൾ കോർ ആൻസർ എന്താണ്? സി ആണ്. സി കാരണം ബി നടന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ആൻസർ ഈസ് സി ഓൺലി. Going to the age of discovery is question number 11. Which explorers discovery of the Americas in 1492 initiated the Columbian exchange എന്നുള്ളതാണ്. ആ പേരിൽ തന്നെ ഉണ്ട് ആക്ച്വലി ആൻസർ. വാസ്കോഡ ഗാമ ആണോ അമേരിക്കയിലോട്ട് പോയത്? അല്ല. ക്രിസ്റ്റഫർ കൊളംബസ് ആണോ? അതെ. മഗല്ലൻ ആണോ? മഗല്ലൻ അല്ല. മീൻസ് മഗല്ലൻ അല്ല നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷനിൽ വരുന്നത്. കാരണം കൊളംബിയൻ എക്സ്ചേഞ്ച് തുടങ്ങി വെച്ചത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് തന്നെയാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അതെന്താ എക്സ്ചേഞ്ച് എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ ഉണ്ടായിരുന്ന യൂറോപ്യൻ ലാൻഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങള് അമേരിക്കൻ കോണ്ടിനെന്റിലോട്ട് മാറ്റുകയാണ്. എന്തൊക്കെയാ മാറ്റുന്നത്? നോക്കിയ ട്രാൻസ്ഫർ പ്ലാൻസ്, അനിമൽസ്, ഡിസീസസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ ബേസിക്കലി അറിഞ്ഞിരിക്കുക ദിസ് ടോപ്പിക്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ചിലത് കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 11 ക്വസ്റ്റ്യൻസും. നത്തിങ് മോർ നത്തിങ് മച്ച്. ആ രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ സർക്കം നാവിഗേഷൻ ഓഫ് ദ ഗ്ലോബ്. എന്താണ്? ലോകം ഒന്ന് വട്ടം കറങ്ങി തിരിച്ചു വരിക എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് അച്ചീവ് ചെയ്തത് ആരാണ്? ബാർത്തലോമ്യൂ ഡയാസ് ഉണ്ട്. പുള്ളിക്കാരനാണോ? പുള്ളിക്കാരൻ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വരെ തിരിച്ചു പോയിട്ടുള്ളൂ. കാർട്ടിയർ, ഫെർഡിനാൻഡ് മഗല്ലൻ, ദെൻ ഫ്രാൻസിസ്കോ പിസാറോ. നമുക്കറിയാം മഗല്ലൻ കണ്ടിട്ടുള്ള ലോകം എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണെന്നുള്ള. ആൻസർ ഇസ് മഗല്ലൻ. ദ മഗല്ലൻ എൽക്കാന എക്സ്പെഡിഷൻ എന്ന് പറയും. അത് 1525 ഏകദേശം ലോകം ചുറ്റിയിട്ട് ലോകം വട്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്, സ്ഫെറിസിറ്റി. പക്ഷെ അതിനു മുമ്പ് എന്തായിരുന്നു? ലോകം പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ലൈൻ ഓഫ് ഡിമാർക്കേഷൻ. Line of demarcation, one particular terminology, is a papal treaty that divided newly discovered lands outside Europe between which two European powers. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവരുടെ യൂറോപ്യൻ ഡിസ്ക്രിമിനേഷൻ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. യൂറോപ്യൻ ലാൻഡിൽ അവർക്ക് ഉണ്ടായിരുന്ന മെയിൻലി എന്തായിരുന്നു? അവരുടെ പാപ്പസിയും പാപ്പൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കാത്തോലിസിസം ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ യൂറോപ്യൻ ലാൻഡിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവർ പുതിയ ഒരുപാട് ലാൻഡുകളൊക്കെ കണ്ടുകിട്ടി. ഈ കണ്ടുകിട്ടിയിട്ടുള്ള ലാൻഡുകൾ എന്ത് ചെയ്യണം? യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഡിവൈഡ് ചെയ്യണം. അത് ഡിവൈഡ് ചെയ്യുന്ന പൊളിറ്റിക്കൽ അല്ല, പാപ്പൽ ട്രീറ്റി ആയിട്ടാണ് വരുന്നത്. അതായത് സ്റ്റേറ്റിന്റെ കീഴിലായിട്ട്, റിലീജിയന്റെ കീഴിലായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇങ്ങനത്തെ ഒരു ഡിവിഷൻ വരുന്നത് എന്നുള്ളത്, അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ട്രീറ്റി ഓഫ് ടോർഡസിലാസ്. ട്രീറ്റി ഓഫ് ടോർഡസിലാസിന്റെ അടിസ്ഥാനത്തിൽ പോർച്ചുഗലും സ്പെയിനും. പോർച്ചുഗലിനോട് പറഞ്ഞു നിങ്ങൾ ഈസ്റ്റ് എടുക്ക്, സ്പെയിനോട് പറഞ്ഞു വെസ്റ്റിലോട്ട്. അതുകൊണ്ട് സ്പെയിനുകാരാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്ക പോലുള്ള ലാൻഡുകൾ കണ്ടെത്തുന്നത്. പോർച്ചുഗീസാണ് ഇന്ത്യ പോലുള്ള ലാൻഡുകൾ കണ്ടെത്തുന്നത്. അതാണ് അതിന്റെ ലോജിക് എന്നുള്ളത്. ആ ട്രീറ്റി ആണ് ട്രീറ്റി ഓഫ് ടോർഡസിലാസ് എന്നുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ശ്രമിക്കാം. ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ, ദ കൊളംബിയൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. കൊളംബിയൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഓൾറെഡി ഇപ്പൊ എന്താന്ന് പറഞ്ഞു. ഹാഡ് ഡൈവേഴ്സ് ആൻഡ് സംടൈംസ് ഡിവാസ്റ്റേറ്റിംഗ് കോൺസിക്വൻസസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡയറക്റ്റ് കോൺസിക്വൻസ്? കൊളംബിയൻ എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് കോൺസിക്വൻസ് അല്ലാതെ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് റീഡ് ദിസ് വൺ. Introduction of new crops, agriculture practice to Europe. Spread of infectious diseases from Europe to Americas. Decline of indigenous population in conquered territories. Increased global trade and economic connections. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇത് കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കൊളംബിയൻ എക്സ്ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് കോൺസിക്വൻസ് അല്ലാത്തത് ഏതാ? സംതിങ് ഇൻഡയറക്റ്റ് ആയിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ള എന്താണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തൊക്കെ ഡയറക്ട്ലി നടക്കാം, ഇൻഡയറക്ട്ലി നടക്കാം എന്നുള്ളതാണ്. സോ ഡയറക്ട്ലി നടക്കാൻ പറ്റുന്ന ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ക്രോപ്സ്, അഗ്രികൾച്ചർ പ്രാക്ടീസ് ടു യൂറോപ്പ്. നമ്മുടെ നാട്ടിലെ താത്തമാരും ചേച്ചിമാരൊക്കെ തന്നെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചെടി പറിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് ഹൈലി പോസിബിൾ ആയിട്ടുള്ള ഡയറക്റ്റ് കോൺസിക്വൻസ് ആണോ? യെസ്, അത് ഡയറക്റ്റ് കോൺസിക്വൻസ് ആണ്. സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഫ്രം യൂറോപ്പ് ടു അമേരിക്കാസ്. ലോകത്ത് വലിയ ചിന്തയൊന്നും വേണ്ട, കൊറോണ ഇങ്ങനെ ഒന്നും ആലോചിച്ചാൽ മതി. ദിസ് വൺ ഇസ് ഓൾസോ പോസിബിൾ. ദെൻ ഡിക്ലൈൻ ഓഫ് ഇൻഡിജിനസ് പോപ്പുലേഷൻ കോങ്കോ ടെറിട്ടറീസ് ഉണ്ട്. ഇൻക്രീസ്ഡ് ഗ്ലോബൽ ട്രേഡ് ആൻഡ് എക്കണോമിക് കണക്ഷൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ സാധനങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ഇതും ഒരു ഡയറക്റ്റ് ആണ്. സി മാത്രമാണ് ഇൻഡയറക്റ്റ് ഉള്ളത്.
നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ പെട്ടെന്ന് കുറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് കുറയില്ല, സ്ലോലി കുറയത്തുള്ളൂ. അതിനെ എന്ത് ചെയ്യാം, ചിലപ്പോൾ യുദ്ധങ്ങളാകാം, ചിലപ്പം ഡിസീസുകളാകാം കാരണം എന്നുള്ളത്. സോ ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് 14th വൺ. ആൻഡ് 15th ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ബിസൈഡ്സ് ക്രിസ്റ്റഫർ കൊളംബസ്, കൊളംബസിന് പുറമെ ആയിട്ട് അമേരിക്ക എത്തിയത് ആരായിരുന്നു? ആൻഡ് ബിഫോർ ഹിം, ജോൺ ക്യാബറ്റ് ഉണ്ട്, ലീഫ് എറിക്സൺ ഉണ്ട്, വാസ്കോഡ് ഗാമ ഉണ്ട്, ഫെർഡിനാൻഡ് മഗല്ലൻ ഉണ്ട്. സോ ഇങ്ങനെയും ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. ആൻസർ ഇസ് നൺ അതർ ദാൻ, അതെന്ന് പറയുന്നത് നമ്മുടെ ലീഫ് എറിക്സൺ ആണ് വരുന്നത്. കൊളംബസിന്റെ വോയേജുകൾ കൊളംബിയൻ എക്സ്ചേഞ്ചിന് കാരണമായിട്ടുണ്ടെങ്കിൽ വൈക്കിംഗ് എക്സ്പ്ലോറർ ആയിട്ടുണ്ടായിരുന്ന ലീഫ് എറിക്സൺ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു 1000 AD സമയത്ത് തന്നെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തില്. ഓക്കെ, അതായത് നമ്മൾ ഇദ്ദേഹം എന്ന് പറയുന്ന ആളെന്താ, വൈക്കിങ്സ് ആണ്. അറൌണ്ട് 1000 AD സമയത്ത് അമേരിക്കയുടെ ലാൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് വരുന്നത്. ബാക്കിയെല്ലാം കോണ്ടംപററീസ് ആണ് ബേസിക്കലി. ബാക്കിയെല്ലാം കൊളംബസിന്റെ കോണ്ടംപററീസ് ആണ്. ലീഫ് എറിക്സൺ മാത്രമാണ് കുറെ മുൻഗാമിയായിട്ടുള്ള ആളും എന്ന രീതിയിൽ ബേസിക്കലി മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം. സോ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 10-20 യൂണിറ്റുകൾ കവർ ചെയ്യാനുണ്ട്. കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആദ്യം, എന്നിട്ട് കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രാക്ടീസ് നടത്തി കഴിഞ്ഞാൽ ഫാക്റ്റും കിട്ടും. ഇങ്ങനെ അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഹോപ്പ് ദ വീഡിയോ വാസ് യൂസ്ഫുൾ. താങ്ക് യു.